ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ. LSSൻ്റെയും USSൻ്റെയും അല്ലെങ്കിൽ CM കിഡ്സ് LPയുടെയും CM കിഡ്സ് UPയുടെയും എക്സാമിൻ്റെ റിസൾട്ട് എന്ത് ചെയ്തു വന്നു. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഈ വർഷം ഒരു പ്രത്യേക തരം കട്ട് ഓഫ് അല്ലെങ്കിൽ ഓരോ ജില്ല അനുസരിച്ചായിരിക്കും കട്ട് ഓഫ് ഉണ്ടായിരിക്കാം എന്നായിരുന്നു മുൻപ് നമ്മൾ ആ ഒരു സർക്കുലർ കാര്യങ്ങളൊക്കെ വായിച്ച സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വിപരീതമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്തും അതുപോലെ തന്നെ എക്സാമിൻ്റെ ഓവറോൾ ഒരു റിസൾട്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്തും ഏകദേശം എല്ലാ ഡിസ്ട്രിക്റ്റിലും വന്നിട്ടുള്ളത് 70 USSന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ LSSന് വന്നിട്ടുള്ള ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് 48 മാർക്കാണ്. അപ്പോൾ ടോട്ടൽ മാർക്സിന്റെ 70% തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, USSന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു മാർക്ക് ഇൻക്രീസ് ചെയ്തതിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെൻറ്റേജ് തന്നെയാണ് LSSനും എന്ത് ചെയ്തിട്ടുള്ളത് വന്നുള്ളത്. സോ ഒരുപാട് കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വർഷം 63 മാർക്ക് കിട്ടിയാൽ മതിയല്ലോ USS കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പലരും വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചേഞ്ച്, ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പം 63 മാർക്ക് മാത്രം കിട്ടിയാൽ മാത്രം പോരെ, 70 മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് ഈ വർഷം എന്ത് ചെയ്തിട്ടുള്ളത്, USS കിട്ടിയിട്ടുള്ളത്. പൊതുവേ നമ്മുടെ എക്സാം നോക്കുന്ന സമയത്ത് മുൻ വർഷത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ വർഷം നമ്മുടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. LSS ആണെങ്കിലും USS ആണെങ്കിലും അത്തരത്തിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ അതിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ച മിടുക്കർക്ക് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മളെ USS കിട്ടിയിട്ടുള്ളത്. അപ്പോൾ USS ആണെങ്കിലും LSS ആണെങ്കിലും കിട്ടാത്തവർ എന്ത് ചെയ്യരുത്, ഒരിക്കലും വിഷമിക്കരുത്. സോ അതുപോലെ തന്നെ കിട്ടിയവർക്ക് ഇനിയും ഒരുപാട് എക്സാംസ് മുന്നിലുണ്ടെന്നും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് എന്തല്ല, നമ്മൾ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് നിങ്ങൾ എന്ത് വിചാരിക്കുക, ഒരു എൻഡിങ് പോയിന്റ് അല്ല. അപ്പോൾ നിങ്ങൾ ഇനിയും തുടർന്നും എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് നമ്മൾ XNYയുടെ പാർട്ടിൽ നിന്നുള്ള എല്ലാ ഹെൽപ്പും നമ്മളെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടി നമ്മുടെ ചാനലിലൊക്കെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ഓഫ് നോക്കുന്ന സമയത്ത് 70 മാർക്കും 48 മാർക്കുമാണ് വന്നിട്ടുള്ളത്. സോ അതിന് മുകളിൽ തന്നെ ഇപ്പോൾ ഗിഫ്റ്റഡ് ഒക്കെ കുട്ടികൾക്ക് പല ഡിസ്ട്രിക്റ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഗിഫ്റ്റഡ് എന്ന് പറയുന്നത് ഓരോ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിലും 40 നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് സെലക്ട് ചെയ്തത്. അത് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റ് നോക്കുന്ന സമയത്ത് 84 എബോവ് ആണ്. ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിലൊക്കെ നോക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ഓഫിന്റെ വീഡിയോ കണ്ടതിന് താഴെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അപ്പം 70 മാർക്ക് കിട്ടിയാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. പക്ഷേ 70 മാർക്ക് കിട്ടിയവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ പതിവിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വർഷം ഒരു ഗ്രാജുവൽ ആയിട്ട് ചേഞ്ച് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, കട്ട് ഓഫിന്റെ കേസിൽ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ എക്സാം 100 മാർക്കിൽ ആയതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 70 മാർക്ക് എന്ന ആ ഒരു മാർക്കിലേക്ക് കട്ട് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിൽ മേ ബി അതിലും ചിലപ്പോൾ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതാണ് നമ്മൾ റിസൾട്ടിന്റെ കേസ് നോക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 1-2 മാർക്കിനൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അവരൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊക്കെ എന്തുണ്ട്, ഇനിയും ഒരുപാട് എക്സാംസ് എന്തുണ്ട്, മുന്നിലുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ ഒരു റിസൾട്ടിന്റെ കേസിൽ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മളെ കഴിഞ്ഞ വർഷത്തെ XNYയിലെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 138 ആളുകളായിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത്. അതിൽ 120ഓളം ആൾക്കാർക്ക് USS കിട്ടിയിരുന്നത്. കഴിഞ്ഞ വർഷത്തെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഏകദേശം 7 ക്വസ്റ്റ്യനുകളോളം എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് എല്ലാവർക്കും മാർക്ക് ഇൻക്രീസ് ചെയ്തിരുന്നു. അപ്പോൾ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് 63 മാർക്കിലേക്ക് പലരും എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു. പക്ഷേ ഈ വർഷം അതുപോലെ തന്നെ ക്യാൻസലേഷനും കാര്യങ്ങളൊന്നും ഒരു 2 ക്വസ്റ്റ്യനിൽ മാത്രമാണ് ക്യാൻസലേഷൻ മാത്രം ഉണ്ടായിട്ടുള്ളത്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിരുന്നു. ആ 2 ക്വസ്റ്റ്യൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അറബിക്കിലാണ്, ഒരു ക്വസ്റ്റ്യൻ മലയാളം സെക്കൻഡിലാണ് അല്ലെങ്കിൽ BT എന്ന് പറയുന്ന പാർട്ടിലാണ്. സോ ആ BT പാർട്ടിയിൽ വന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഇനി അറബിക്ക് എടുത്തവർക്ക് 2 മാർക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു USSൽ നടന്നിട്ടുള്ളത്. അപ്പോൾ USSന്റെ കേസിൽ നോക്കുന്ന സമയത്ത് പൊതുവെ എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പം മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്തില്ല, നിങ്ങൾക്ക് USS കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൽ പെട്ട ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട്. സോ അതിനായിട്ട് നമ്മൾ എന്തുണ്ട്, XNY ഒരുക്കുന്ന ആദരം, അതായത് USSഉം LSSഉം കിട്ടിയുള്ള സ്റ്റുഡൻസിന് നമ്മൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലും അതുപോലെ തന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. സോ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ പ്രോഗ്രാം വരുന്നത് അല്ലെങ്കിൽ അവാർഡ് സെറിമണി വരുന്നത് June 6-നാണ്. അതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു QR കോഡ് എന്ത് ചെയ്യുക,
നിങ്ങൾ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കോഴിക്കോട് ജൂൺ 6-ാം തീയതിയാണ്. എവിടെയാണ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വാട്സപ്പ് ത്രൂ നിങ്ങൾ അറിയിക്കും. ഏത് നമ്പറാണോ നിങ്ങൾ കൊടുക്കുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്നത് ജൂൺ 7-ാം തീയതിയാണ്. ജൂൺ 7-ാം തീയതി സൺഡേ ആണ്. സാറ്റർഡേ ആണ് എന്ത് നമ്മൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ളത്, സൺഡേ ആണ് നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ളത്. അപ്പോൾ ആ അവാർഡ് സെറിമണിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ കമൻറ്റ് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവാർഡ് സെറിമണിയിൽ പങ്കെടുക്കാൻ പറ്റും. നിങ്ങൾക്കുള്ള ഒരു XNYയുടെ ആദരവാണ് എന്ത് ആക്ച്വലി നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാമല്ലേ, ഒരുപാട് സ്റ്റുഡൻസിനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രില്യൻ്റ് ആയ സ്റ്റുഡൻ്റ് ആണ്. സോ ആ നിങ്ങൾക്ക് ഒരു ആദരം തരുന്നത് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് നമ്മളുടെ കൂടി ഒരു കടമയാണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആദരം തരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അതിനുവേണ്ടി എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നിങ്ങളുടെ ആ ഒരു അവാർഡ് സെറിമണിയിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതെന്ത് ചെയ്യുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ആൻഡ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായുള്ള നിങ്ങളുടെ ഫോൺ നമ്പറും കറക്റ്റായുള്ള നിങ്ങളെ മാർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അതിൽ എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ആവുക. അപ്പോൾ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ടൊന്ന് നോക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, അവാർഡ് സെറിമണിയിൽ കാണാം. സോ താങ്ക് യു ഓൾ.